ആരോ വരച്ച വരയിലൂടെ പോകുന്നത് പോലെ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിച്ച് അവസാനം കറങ്ങിത്തിരിഞ്ഞ് ലക്ഷത്തിൽ 1000മോ 10,000മോ പേർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഗവൺമെന്റ് ജോലി ലക്ഷ്യമാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് പൊരുതുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ മോളെ കെട്ടാൻ വന്ന സർക്കാർ ജോലി ഇല്ലെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല. അത് മാത്രമല്ല, ഒരു 2 നില വീടും ഒരു സുസുക്കി കാറും പിന്നെ മരണം വരെ പെൻഷനുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ മാത്രമാണ് സമൂഹം എല്ലാം തികഞ്ഞൊരു വ്യക്തിയായി കാണുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് ഡിഫറൻ്റ് ആവണം. എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്, പേഷൻ ഓർ ഗവൺമെന്റ് ജോബ് ആഫ്റ്റർ +2. അത് കണ്ടുപിടിക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂട്യൂബറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതുകൂടാതെ ഒരു റിയൽ ഗവൺമെന്റ് എംപ്ലോയിയുടെ അടുത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങാല്ലേ. ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഉത്തരത്തിന് വേണ്ടിയാണ്, പേഷൻ ഓർ ഗവൺമെന്റ് ജോബ്. അതിനായിട്ട് ഞാൻ രാവിലെ നേരത്തെ എണീച്ചു, കുളിച്ചു, സീരിയസ്ലി. അത് കഴിഞ്ഞ് ചായ കുടിച്ചു. ദെൻ ഞാനിപ്പോൾ അവിടെ ഇരിക്കുന്നു. ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഈ വീഡിയോൻ്റെ അവസാനം എനിക്ക് കണ്ടുപിടിക്കണം എൻ്റെ പേഷനെ ഫോളോ ചെയ്യണോ അതോ ഒരു ഗവൺമെൻറ് ജോബിന് വേണ്ടി ശ്രമിക്കണോ എന്ന്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പേഷനും ഗവൺമെൻറ് ജോബും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ ഓൾറെഡി ക്യാമറ നോക്കി സംസാരിക്കുന്നതായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാനത് കാണിക്കുന്നില്ല. ഈ എന്തെങ്കിലും ഒരു അതിപ്പോൾ എങ്ങനെ പറഞ്ഞു തരിക, അതാണ് എൻ്റെ പ്രശ്നം. ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുന്നത് എത്രയും വേഗം പഠിക്കണം. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ പേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള, നമ്മൾ എത്ര ചെയ്താലും നമുക്ക് വെറുക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ പേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ചിത്രം വരയ്ക്കാനായിരിക്കാം, ചിലപ്പോൾ അത് പാട്ട് പാടാനായിരിക്കാം, ചിലപ്പോൾ അത് ഡാൻസ് കളിക്കാനായിരിക്കാം, ചിലപ്പോൾ അഭിനയിക്കാനായിരിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ എത്ര ചെയ്താലും അത് നമുക്ക് വെറുക്കില്ല. നമ്മളെ ഹാപ്പി ആക്കി വെക്കാനുള്ള എന്തോ ഒരു പവർ പേഷൻ ഉണ്ട്. ഇനി ഗവൺമെന്റ് ജോബ് എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. രാവിലെ 10 മണിക്ക് ജോലിക്ക് വന്നു, വൈകിട്ട് 5 മണിക്ക് തിരിച്ചു വരുന്നു. വീണ്ടും രാവിലെ 10 മണിക്ക് ജോലിക്ക് വന്നു, വൈകിട്ട് 5 മണിക്ക് തിരിച്ചു വരുന്നു. നമ്മളോട് അച്ഛൻ, അമ്മ, നാട്ടുകാർ, വീട്ടുകാർ എല്ലാവരും പറയുന്നത് പഠിച്ചൊരു ഗവൺമെന്റ് ജോലി സ്വന്തമാക്കുന്നതാണ്. എന്തുകൊണ്ട് നമ്മളോട് ആരും നിനക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് ഹാപ്പിയായി ജീവിക്കുമെന്ന് പറയുന്നില്ല? ഗവൺമെന്റ് ജോബാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ജോലി. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതിലുണ്ട്, ഒരു സ്റ്റാറ്റസും അതിലുണ്ട്. ജോലിക്ക് പോയ പൈസ, ജോലിക്ക് പോയില്ലെങ്കിൽ പൈസ, പണിയെടുത്ത പൈസ, പണിയെടുത്തില്ലെങ്കിൽ പൈസ, ശമ്പളം, ബോണസ്, പ്രൊമോഷൻ, അത് ഇത്, റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പോലും പെൻഷൻ ഉണ്ട്. സോ എന്തുകൊണ്ടും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബാണ് ഗവൺമെന്റ് ജോബ്. പക്ഷേ ഈ പറയുന്ന ഒരു കാര്യവും പേഷനില്ല. പക്ഷേ പേഷനുള്ള ഒരു കാര്യമുണ്ട്. അതാണ് നമുക്ക് നമ്മുടെ ലൈഫിലെ ഏറ്റവും അവസാനം വേണ്ടത്. അതാണ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ്. ഈ പറഞ്ഞ കാര്യം പേഷൻ അല്ലാതെ ഒരു കാര്യത്തിനും നമുക്ക് തരാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും പറയുന്നത് PSC എഴുതിയിട്ട് ഒരു ഗവൺമെന്റ് ജോലി മേടിക്കാനാണ്. ഓക്കെയാണ്, ഞാൻ സമ്മതിച്ചു, ഗവൺമെന്റ് ജോബാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ജോലി. പക്ഷെ ഇത് ആവശ്യമില്ലാത്തവൻ എന്തിനീ ജോലി ചെയ്യണം? അവന്റെ മേലേക്ക് ഇത് എന്തിനു അടിച്ചേൽപ്പിക്കുന്നു? എനിക്ക് ഉറപ്പാണ്, സ്വന്തമായിട്ടുള്ള ഒരു ഡ്രീം ഉള്ള ഒരാൾ, സ്വന്തമായിട്ടൊരു പേഷൻ ഉള്ള ഒരാൾ അതിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവർ പോലും വിചാരിക്കാത്ത ലെവൽ ഓഫ് സക്സസിൽ അവരെത്തും. അവർക്ക് ഈ ലോകത്തിന് വലുതായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ലോകത്തെ ഏറ്റവും വലിയ സക്സസ് ആയി കാണുന്ന എല്ലാവരും പേഷൻ്റെ പുറകെ പോയവരായി. അങ്ങനെ അവർ ആ പേഷൻ്റെ പുറകെ പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന മോഹൻലാൽ ഉണ്ടാവില്ല, മമ്മൂട്ടി ഉണ്ടാവില്ല, യേശുദാസ് ഉണ്ടാവില്ല, റൊണാൾഡോ ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം ഞാനിത് പറഞ്ഞു വരുന്നത്. സോ ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എനിക്കൊരു പേഷൻ ഉണ്ട്, എനിക്കൊരു ഡ്രീം ഉണ്ട്. ചിലപ്പോൾ ആ ഡ്രീം വെച്ചിട്ട് എനിക്ക് ഈ ലോകത്തിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ആഫ്റ്റർ +2 ഞാൻ എൻ്റെ പേഷൻ്റെ പുറകെ പോകണോ അതോ ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കണം? ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവർക്കും മെസ്സേജ് അയച്ച് ചോദിച്ചു. ഈ വീഡിയോൻ്റെ അവസാനം എത്ര ശതമാനം പേര് പേഷൻ എന്ന് പറഞ്ഞു എന്നും എത്ര ശതമാനം പേര് ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞു എന്നും നോക്കാം. മെസ്സേജ് അയച്ചു കഴിഞ്ഞ് വൈകുന്നേരം ഞാനൊന്ന് നടക്കാൻ പോയി. കാരണം വേണമെന്നില്ല, ഇന്നത്തെ എൻ്റെ സ്ക്രീൻ ടൈം 6 മണിക്കൂറായി. എനിക്ക് കുറച്ച് ഓക്സിജൻ വേണം. പിന്നെ ഏകദേശം 2-2.5 മണിക്കൂർ ഞാൻ അവിടെ തന്നെ നിന്നു. ശരിയാണ്, രാഷ്ട്രീയപരമായതും സാമൂഹികപരമായതും ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് നിന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. ഞാൻ അപ്പം തന്നെ ക്യാമറ ട്രൈപോഡൊക്കെ എടുത്ത് വീട്ടിലേക്ക് ഓടി. ആ രാത്രി ഞാൻ കിടന്നിറങ്ങുമ്പോൾ എൻ്റെ പേഷനെ പറ്റിയിട്ടും ഡ്രീമിനെ പറ്റിയൊക്കെ ആയിരുന്നു ഞാൻ ചിന്തിച്ചത്. എന്നത്തെയും പോലെ തന്നെ രാവിലെ എണീച്ച് കുളിച്ചു, ബാക്കി എല്ലാ മോർണിംഗ് റൊട്ടീൻസും കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് എനിക്ക് കുറച്ച് ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ് പറയുന്നുണ്ട്. ഇന്നലെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലുള്ള ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒരു പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബറിനോട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയായിരിക്കും, ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇന്ദ്രജിത്ത് വ്ളോഗിൽ. റിപ്ലൈ തരുന്നൊന്നും ഉറപ്പുണ്ടായിരുന്നില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് ചോദിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാണ്. ഞാൻ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, പേഷൻ ഓർ ഗവൺമെൻറ് ജോബ്. ഇന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോൾ അയാൾ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള കാരണം ഞാൻ മെസ്സേജ് വന്ന് നോക്കില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അയാൾ എനിക്ക് റിപ്ലൈ തന്നു. ഐ എം സോ ഹാപ്പി. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന് പേഷൻ എന്നാണ് ആൻസർ പറഞ്ഞത്. ഇന്നലെ ഞാൻ മെസ്സേജ് അയച്ച 98% പേര് പറഞ്ഞത് പേഷനെ ഫോളോ ചെയ്യാൻ തന്നെയാണ്. സോ
ഇന്നത്തെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ പേഷ്യൻ്റ് ആണോ ഗവൺമെൻറ് ജോബാണോ എനിക്ക് നല്ലതെന്ന് ChatGPT കൊണ്ട് ചോദിക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേൾഡിൽ തന്നെ പോപ്പുലറായി നിൽക്കുന്ന ഒരു AI ആപ്ലിക്കേഷനാണ് ChatGPT. ഈ ChatGPTക്ക് നിങ്ങളെക്കുറിച്ച് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എനിക്കിഷ്ടമുള്ള അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ കാര്യങ്ങൾ ഞാൻ ChatGPTക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ChatGPT എനിക്ക് ഏത് ഓപ്ഷനാണ് നല്ലത് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരും. ജസ്റ്റ് എ സെക്കൻഡ്, ഈ ഫോട്ടോ കണ്ടില്ലേ? അതിലുള്ള ക്യൂട്ട് ബോയിനെ കണ്ടില്ലേ? ദാറ്റ്സ് മീ. ഇതെനിക്ക് LKG പഠിക്കുമ്പോൾ ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് കിട്ടിയ ഫോട്ടോ ആണ്. ഈ അവാർഡ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരുന്ന മോട്ടിവേഷനും ചെറുതല്ല, ഈ ഫോട്ടോ എനിക്ക് തരുന്ന ഓർമ്മകളും ചെറുതല്ല. എല്ലാവരും പോലെ തന്നെ ഞാനും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു നോർമൽ കുട്ടി തന്നെ ആയിരുന്നു. ഇൻ്റർവെല്ലിന് ഓടിക്കളിക്കുക, PT പീരീഡ് മറിഞ്ഞു വീഴുക, ഫ്രീ ടൈമിൽ ബസ് ഓടിച്ച് കളിക്കുക, ലൈക്ക് നോർമൽ കിഡ്സ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഒരു ഷൈ ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷെ എനിക്കത് അപ്പം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു, സ്കിറ്റ് ചെയ്യുമായിരുന്നു, കീബോർഡ് വായിക്കുമായിരുന്നു. അതെ, ഞാൻ ഒരു സകല കലാബല്ലവനായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്കൂൾ കാലഘട്ടമാണ് എൻ്റെ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സ്കൂൾ കാലഘട്ടമായിരുന്നു അത്. അവിടുത്തെ കമ്പ്യൂട്ടർ ക്ലാസ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, അവിടെ കണ്ട കാർട്ടൂൺസ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, അവിടെ എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരെയും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആൻസർ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഏറ്റവും നല്ല സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് 8ാം ക്ലാസ്സിലായി. പുതിയ സ്കൂള്, പുതിയ ഫ്രണ്ട്സ്, കാര്യങ്ങളൊക്കെ സ്മൂത്തായിരുന്നു. 8ന്ന് 9 പോലും അറിഞ്ഞില്ല. അങ്ങനെ 9ാം ക്ലാസ് അവസാനം ആയതോടുകൂടി കൊറോണ ഒന്നെല്ലാം ലോക്കായി. Coronavirus flattening the curve. Stay at home. പിന്നെന്തൊക്കെയാ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ 10ാം ക്ലാസ്സിൻ്റെ തുടക്കം ഓൺലൈനിലായി. ആ സമയത്ത് എല്ലാവരും മക്കൾക്ക് ഫോൺ മേടിക്കാനായിട്ട് ഓടി നടന്നപ്പോൾ എനിക്കെന്തോ ഓടേണ്ടി വന്നില്ല. എങ്ങനെയോ കൊറോണയ്ക്ക് മുമ്പ് തന്നെ എനിക്കൊരു ഫോൺ കിട്ടിയിരുന്നു. എല്ലാവരും അതിൽ PUBG കളിച്ച് നടന്നപ്പോൾ എനിക്കെന്തോ അത് താല്പര്യമില്ലായിരുന്നു. ഞാനതിൽ എഡിറ്റിംഗ് പഠിക്കാൻ തുടങ്ങി, സിനിമ എന്താണെന്ന് പഠിക്കാൻ തുടങ്ങി. വൈകാതെ അത് എൻ്റെ പാഷനായി മാറി. അങ്ങനെ എനിക്ക് മനസ്സിലായി എൻ്റെ എല്ലാ സ്കിൽസും ഉപയോഗിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോമാണ് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന്. ഇതിൻ്റെയൊക്കെ ഇടയിലും ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റായ 10ാം ക്ലാസ് ഞാൻ പുഷ്പം പോലെ പാസ്സായി. കൊറോണ ബാച്ച് ബേബി. അങ്ങനെ വെക്കേഷനിൽ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. വൻ പരാജയമായിരുന്നു. അങ്ങനെ ഞാൻ +1 കൊറോണയൊക്കെ മാറി തുടങ്ങി, എല്ലാം പഴയതുപോലെ ആവാൻ തുടങ്ങി. പക്ഷെ എന്തോ എനിക്ക് മാത്രം പഴയതുപോലെ ആവാൻ പറ്റിയില്ല. ഓൾറെഡി ഞാൻ ഷൈ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അതിൻ്റെ കൂടെ ഈ കൊറോണയ്ക്ക് വീട്ടിലിരിപ്പും കൂടെ ആയതോടെ ഞാൻ കൂടുതൽ ഇൻട്രോവേർട്ട് ആവാൻ തുടങ്ങി. അതുവരെ സ്കൂളിൽ ഡാൻസ് ആയാലും പാട്ടായാലും എല്ലാം ചെയ്തിരുന്ന എനിക്ക് ഒന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ മാസ്ക് കഴിക്കാൻ കൂടി പേടി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒട്ടും എൻജോയ് ചെയ്യാത്ത സ്കൂൾ കാലഘട്ടമാണ് +1ഉം +2. ആ 2 വർഷം ഞാൻ എൻ്റെ മുഖത്തുനിന്ന് മാസ്ക് മാറ്റിയിട്ടേയില്ല. എനിക്ക് പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായി. എക്സാമ്പിൾ, ഞാനിപ്പോൾ 4 പേരിൻ്റെ ഇടയിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് കൈ കെട്ടി നിൽക്കണോ അതോ കൈ കെട്ടാതെ നിൽക്കണോ അതോ തലകുത്തി നിൽക്കണോ എന്നൊക്കെയുള്ള ചിന്ത വരാൻ തുടങ്ങി. അതായത് മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നുള്ള ചിന്ത എൻ്റെ മൈൻഡിൽ വരാൻ തുടങ്ങി. ഞാൻ എൻ്റെ കംഫേർട്ട് സോണിൽ മാത്രം നിൽക്കാൻ തുടങ്ങി. എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയായിരുന്നു. +1ഉം +2ഉം കൊമേഴ്സ് ആണ് ഞാൻ എടുത്തത്. എന്തിനാണെന്ന് മാത്രം ചോദിക്കരുത്, ഇപ്പോഴും എനിക്ക് അതിൻ്റെ ഉത്തരം അറിയില്ല. എനിക്കധികം ഡെയിലി കോൺടാക്ട്സ് ഉള്ള ഫ്രണ്ട്സൊന്നുമില്ല. അങ്ങനെ +1 എനിക്കൊരു ഫ്രണ്ടിന് കിട്ടി. പക്ഷെ അവൻ എന്നെക്കാളും ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 2 വർഷം അവൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായി മാറി. ഇവൻ മാത്രമല്ല, സ്നേഹമുള്ള സപ്പോർട്ടീവായ വേറെ കുറച്ച് ഫ്രണ്ട്സിനെയും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ടീച്ചർമാരും സാറുമാരും ക്ലാസ്സും ഒക്കെ സെറ്റായിരുന്നു. പക്ഷെ ഞാൻ മാത്രം സെറ്റായിരുന്നില്ല. ഡെയിലി 8:30 ക്ലാസ്സിൽ പോവുക, 4:30 തിരിച്ചു വരിക, വീണ്ടും 8:30 ക്ലാസ്സിൽ പോവുക, 4:30 തിരിച്ചു വരിക. ഇതിങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ അവിടെ നിന്ന് ബുക്കിൽ നിന്ന് പഠിച്ച ഒരു കാര്യവും എനിക്ക് ആവശ്യമില്ലാത്തതായിരുന്നു. ആ 2 വർഷം അവിടെ നിന്ന് പഠിച്ചതിൽ സീകളുടെ സ്റ്റോറിയും ബൈസൈക്കിൾ തീവ്സും മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. അങ്ങനെ +2 അവസാനമൊക്കെ ആയതോടുകൂടി എനിക്ക് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് വെറുക്കാൻ തുടങ്ങി. എനിക്കിഷ്ടമില്ലാത്ത, താല്പര്യമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഏറ്റവും കൂടുതൽ മെൻ്റലി സ്ട്രഗിൾ ചെയ്ത സമയമായിരുന്നു അത്. ആരോ വരച്ച വരയിലൂടെ ഞാൻ ആർക്കോ വേണ്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നിയ സമയം. ഓരോ നിമിഷം ഞാൻ ആ ക്ലാസ്സിലിരിക്കുമ്പോഴും ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു. എന്തിന് ഞാൻ ഈ ക്ലാസ്സിലിരിക്കുന്നു? ഇത് ഞാനിരിക്കേണ്ട സ്ഥലം തന്നെയാണോ? ഞാൻ എന്തിന് +2 എടുത്ത്? ഈ സമയം ഉണ്ടെങ്കിൽ എനിക്ക് എഡിറ്റിംഗ് പഠിച്ചൂടെ? ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം പഠിച്ചൂടെ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. 10ാം ക്ലാസ് കഴിഞ്ഞ് മാർക്കുള്ള 80% പേരും +1 അഡ്മിഷൻ എടുക്കും. ബാക്കിയുള്ളവർ ITI, പോളിടെക്നിക് എന്നൊക്കെ പറഞ്ഞു പോകും. +1 എടുത്തൊരു 10% പേര് മാത്രമേ ഒരു ലക്ഷ്യത്തോടെ +1 എടുത്തിട്ടുണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞ് എനിക്ക് ഇന്ന കോഴ്സ് പഠിക്കണം, അത് കഴിഞ്ഞ് എനിക്ക് ഇത്രാമത്തെ വയസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു ജോലി സ്വന്തമാക്കണം എന്നൊക്കെ കൃത്യമായ ലക്ഷ്യബോധമുള്ളവർ വി കോൾ പഠിപ്പീസ്.
ബാക്കി 70% പേരും എല്ലാവരും +2 എടുത്തു, ഞാനും എടുത്തു. ഇനി ഇത് കഴിഞ്ഞ ഡിഗ്രി എന്നും പറഞ്ഞു വരുന്നവരായിരിക്കും. ആ കാറ്റഗറി പെട്ട ആളാണ് ഞാൻ. ചുരുക്കി പറഞ്ഞാൽ ആരോ വരച്ച വരയിലൂടെ സഞ്ചരിക്കുന്നവർ. ആ വരയിലൂടെ സഞ്ചരിച്ചത് കൊണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും അങ്ങനെ +2 എക്സാം കഴിഞ്ഞു. ഞാൻ അത്യാവശ്യം മാർക്കോടെ തന്നെ പാസ്സായി. എന്തായാലും ആ മാർക്ക് വെച്ച് ഞാനിപ്പോൾ ഡിഗ്രിക്ക് അഡ്മിഷന് കൊടുത്താൽ എനിക്ക് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടും. പക്ഷെ ഞാനങ്ങനെ ചെയ്താൽ അതായിരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. എന്നെ കൊണ്ട് ചോദിക്കേണ്ട ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ ചോദിക്കാം അല്ലേ? ജസ്റ്റ് വെയിറ്റ്. ഞാൻ ഉണ്ടാക്കിയ ലിസ്റ്റ് നേരെ കോപ്പി ചെയ്ത് ChatGPTക്ക് പേസ്റ്റ് ചെയ്തു. Certainly. Follow your passion wholeheartedly, work hard, and stay committed to your dreams. Success often comes to those who are passionate and dedicated. Good luck. ആ ഉത്തരം എന്നെ ഒരുപാട് ഹാപ്പിയാക്കി. അത് കഴിഞ്ഞ് ഇന്നലത്തെ പോലെ തന്നെ ഞാൻ നടക്കാൻ പോയി. സൂര്യൻ താഴ്ന്നു തുടങ്ങി. ഇന്നെന്തോ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. നാളെയാണ് അവസാനത്തെ ദിവസം. നാളെ നമുക്കൊരു വലിയൊരു കാര്യം ചെയ്യാനുണ്ട്. ഗുഡ് മോർണിംഗ്. ഇത് അവസാനത്തെ ദിവസമാണ്. ഞാൻ പറഞ്ഞ ആ വലിയ കാര്യം ചെയ്യണ്ടേ. ഇനിയിപ്പോൾ എനിക്കൊരു റിയൽ ഗവൺമെൻറ് എംപ്ലോയിൻ്റെ അടുത്തും കൂടെ അഭിപ്രായം ചോദിക്കണം. അപ്പോൾ ഒറ്റയ്ക്കല്ല ഞാൻ പോകുന്നത്, കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്, ജിതിൻ. ഞാൻ ഇവിടുത്തെ പോലീസ് ഓഫീസറിൻ്റെ അടുത്താണ് അഡ്വൈസ് ചോദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ അടുത്ത് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ എന്ത് സംഭവിച്ചു എന്ന് എക്സാക്ട്ലി ഞാൻ എൻ്റെ അനിമേഷൻ സ്കില്ലിലൂടെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ മെല്ലെ പോലീസ് ക്യാബിൻ്റെ സൈഡിലെത്തി. ഞങ്ങൾ നോക്കിയപ്പോൾ സാർ ആരെയും കോൾ ചെയ്യുകയായിരുന്നു. എനിക്ക് പിന്നെ പണ്ടേ പോലീസിന് പേടിയില്ലാത്ത കാരണം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ എനിക്ക് പേടിയുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, എടാ എനിക്ക് നല്ല പേടിയുണ്ട്. അവന് പേടിയുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നാളെ ചോദിക്കാമല്ലേ. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്കായിരുന്നു പേടി. എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് മോട്ടിവേഷൻ തന്നത് ഇവനാണ്. അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു, എന്തായാലും നമ്മളെന്ന് ചോദിച്ചിട്ടേ പോവുള്ളൂ. അങ്ങനെ ഞങ്ങൾ മെല്ലെ അതിനുള്ള കാര്യങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് ക്യാബിൻ വിൻഡോൻ്റെ സൈഡിലെത്തി. സാർ അത് കണ്ടിട്ട് ആരാത് എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഞങ്ങളുടെ കൺട്രോൾ ചെയ്ത് ഞങ്ങൾ പിന്നെ തിരിച്ചു പോയി. അത് കണ്ട് സാറ് ഞങ്ങളെ തിരിച്ചു വിളിച്ചു. ഞങ്ങൾ മെല്ലെ സാറിൻ്റെ അടുത്ത് പോയി. സാർ എന്താ മക്കളെ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങളുടെ ശ്വാസം നേരെ വീണത്. സാറ് നല്ല കൂളായിരുന്നു. സാർ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എല്ലാ കാര്യം ഡീറ്റെയിൽ ആയി പറഞ്ഞു. പേഷ്യൻ്റാണോ ഗവൺമെൻറ് ജോബാണോ നല്ലതെന്ന് സാറിൻ്റെ സൈഡിൽ നിന്ന് ഒരു അഡ്വൈസ് ചെയ്തെന്ന് ചോദിച്ചു. സാർ കൂളായിട്ട് അതിനെന്താ തരാലോ എന്ന് പറഞ്ഞു. ഷമീർ എന്നാണ് സാറിൻ്റെ പേര്. സാർ കൂളായിട്ട് ഇതിനെപ്പറ്റി ഒരുപാട് നേരം സംസാരിച്ചു. ഈ പേഷ്യൻ്റ് ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ താല്പര്യം പോലെ ഇരിക്കുന്നതാണ് സാർ ആദ്യം പറഞ്ഞത്. സാറിന് ചെറുപ്പം മുതൽ ആഗ്രഹമുള്ളൊരു ജോലിയായിരുന്നു ഈ പോലീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാറിന് ഈ ജോലി ഒരു വെറുപ്പില്ലാതെ ലൈഫിൽ ഹാപ്പി ആയിട്ട് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടെന്നാണ് സാറ് പറഞ്ഞത്. ഡു വാട്ട് യു ലവ് എന്നാണ് സാറ് പറഞ്ഞത്. നിങ്ങളുടെ ലൈഫ് ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ, ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ആ സമയം നിങ്ങൾ നിങ്ങളുടെ പാഷന് വേണ്ടി പ്രവർത്തിക്കുക, നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ ഒരിക്കലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കുക. എല്ലാം കഴിഞ്ഞ് ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫ് കളറാവണം. സോ ഡു വാട്ട് യു ലവ്. ഇന്ന് ഞാൻ 2 കാര്യങ്ങൾ പഠിച്ചു. 1, പേടി ഒരു തോന്നൽ മാത്രമാണ്. 2, ഡു വാട്ട് യു ലവ്. കഴിഞ്ഞ 3 ദിവസമായി ഞാൻ പേഷ്യൻ ഓർ ഗവൺമെൻറ് ജോബ് എന്നുള്ളൊരു ക്വസ്റ്റ്യനുമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഇന്ന് എനിക്കൊരു തീരുമാനം എടുക്കണം. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന തീരുമാനം എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനമാണ്. ഇത് നല്ല ഹാർഡായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും. സോ ഞാൻ ചൂസ് ചെയ്യുന്നു പേഷ്യൻ. ഏകദേശം 6-7 മാസമായി ഞാൻ ഈ വീഡിയോയിൽ വർക്ക് ചെയ്യാൻ. എന്നിട്ടും എനിക്കിത് വെറുക്കുന്നില്ല. കാരണം ഇതെൻ്റെ പാഷനാണ്. എനിക്ക് എഡിറ്റിംഗ് ഇഷ്ടമാണ്, എനിക്ക് VFX ഇഷ്ടമാണ്, എനിക്ക് അനിമേഷൻ ഇഷ്ടമാണ്, എനിക്ക് ഫിലിം ഇഷ്ടമാണ്, എനിക്ക് മൂവീസ് ഇഷ്ടമാണ്. അത് രണ്ടും ഒന്നല്ലേ? ഇതൊക്കെ എനിക്കിഷ്ടമാണ്. എനിക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. പബ്ലിക്കിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ പേടിയാണ്, ക്യാമറ നോക്കി സംസാരിക്കാൻ പേടിയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പേടിയാണ്. അപ്പോൾ എനിക്ക് ഇതൊക്കെ മാറ്റിയെടുക്കണം. ഇതൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ ചാനലാണ്. പക്ഷേ ഞാൻ ഉറപ്പിരുന്നു ഒരു 5 മാസത്തിൻ്റെ ഉള്ളിൽ ഈ പ്രശ്നമൊക്കെ മാറിയിരിക്കും. ചാനൽ വഴി എനിക്ക് എൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എവറി ഡേ എനിക്ക് 1% ബെറ്റർ ആവണം. ഞാൻ ഉറപ്പിരുന്നു ചിലപ്പോൾ ഈ ചാനലായിരിക്കും അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ഏറ്റവും നല്ല യൂട്യൂബ് ചാനലായി മാറാൻ പോകുന്നത്. I'm just kidding. Okay, bye. See you in the next video.